Hi, my dear beautiful souls. Welcome back to my YouTube channel. ഞാൻ നിസ്മാമിർ, ഇന്റർനാഷണൽ സർട്ടിഫൈഡ് ലൈഫ് കോച്ച് ആൻഡ് ലോ ഓഫ് അട്രാക്ഷൻ കോച്ച്. പ്രായഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമായിരിക്കും നമുക്ക് എന്തെങ്കിലും സൂപ്പർ പവർ കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ശരിയല്ലേ? അങ്ങനെ എന്തെങ്കിലും ഒരു സൂപ്പർ പവർ കിട്ടുന്നതിന് പകരം ആഗ്രഹിക്കുന്നത് എന്തും നേടാനുള്ള കഴിവാണെങ്കിലോ നമുക്ക് സൂപ്പർ പവർ ആയിട്ട് ലഭിക്കുന്നത്. ലൈഫ് ഭയങ്കര അടിപൊളിയായിരിക്കും അല്ലേ? എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത് അങ്ങനെ ഒരു സൂപ്പർ പവർ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ടെക്നിക്കിനെ കുറിച്ചിട്ടാണ്. ആ ടെക്നിക്ക് എന്താണെന്നും അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ലൈഫ് ചേഞ്ചിങ് വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ? ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഡോക്ടർ ജോ ഡിസ്പെൻസയുടെ സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡിനെ കുറിച്ചാണ്. ഡോക്ടർ ജോ ഡിസ്പെൻസ ഒരു ന്യൂറോ സയൻറ്റിസ്റ്റും റിസർച്ചറും ടീച്ചറും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ തോട്ട്സും ഇമോഷൻസും വളരെയധികം പവർഫുൾ ഫ്രീക്വൻസിയിലാണ് ഉള്ളത്. അത് നമ്മളൊരു ഇൻറ്റൻഷൻ വെച്ച് അലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ലൈഫിനെ മാത്രമല്ല ക്വാണ്ടം ഫീൽഡിനെയും ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതൊരു കൺസെപ്റ്റായിട്ട് മാത്രം പറഞ്ഞു വെക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ പഠനങ്ങളിലൂടെയും അതേപോലെ വർക്ക്ഷോപ്പുകളിലൂടെയൊക്കെ അത് തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ലിമിറ്റേഷൻസിൽ നിന്ന് ക്രിയേഷനിലേക്ക് എത്തിക്കുന്ന ഈ സൂപ്പർ നാച്ചുറൽ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ബ്രേക്ക് ഫ്രീ ഫ്രം ഓൾഡ് സെൽഫാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ തുടങ്ങാം. ടു ചേഞ്ച് യുവർ പേഴ്സണൽ റിയാലിറ്റി യു മസ്റ്റ് ചേഞ്ച് യുവർ പേഴ്സണാലിറ്റി. അതായത് നമ്മുടെ പേഴ്സണൽ റിയാലിറ്റി ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം മാറ്റേണ്ടത് നമ്മുടെ പേഴ്സണാലിറ്റിയാണ്. നമ്മുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളും ഫീൽ ചെയ്യുന്ന ഇമോഷൻസും നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സും എല്ലാം കൂടി ചേർന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു പുതിയ ലൈഫ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പുതിയ മനസ്സും എനർജിയൊക്കെ ആയിട്ട് ഒരുങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹിച്ചത് നേടണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വയം മാറാനായിട്ട് ആദ്യം തയ്യാറാവണം. നമ്മളുടെ പേഴ്സണാലിറ്റിയിലുള്ള ഓൾഡ് പാറ്റേൺസിൽ നിന്ന് നമ്മൾ പുറത്തു വരണം. അതെങ്ങനെയാണ് സാധിക്കുക? നമ്മുടെ ശരീരത്തിൽ നിന്നൊക്കെ ടോക്സിൻസ് ഒക്കെ പുറത്തു കളയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലേ? ഇപ്പോൾ ബോഡി ഡീടോക്സ് ഡ്രിങ്ക്സ് ഉണ്ട്, അതേപോലെ ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഡീടോക്സ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിലുള്ള ടോക്സിൻസിനെ പുറത്തു കളയാൻ വേണ്ടിയിട്ട് അല്ലേ? അതേപോലെ നമ്മുടെ മനസ്സിലെ ടോക്സിൻസ് പുറത്ത് കളയാനായിട്ട് തോട്ട് ഡീടോക്സ് ചെയ്യണം. അതിന് ചെയ്യേണ്ടത് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു 5-10 മിനിറ്റ് അതിനുവേണ്ടി മാത്രമായിട്ട് മാറ്റിവെക്കണം. ഇനി നിങ്ങൾക്ക് റിലാക്സ് ആയിട്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലവും സമയവും തിരഞ്ഞെടുക്കുക. രാവിലെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ. ഇനി അതിന് സാധിക്കാത്തവരുണ്ടെങ്കിൽ ഏത് സമയവും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ നോട്ട്ബുക്കോ ജേണലോ എടുത്തിട്ട് അതിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ എഴുതിയിട്ട് അതിൻ്റെ ആൻസർ സ്വയം ചോദിച്ച് മനസ്സിലാക്കി എഴുതി വെക്കുക. ക്വസ്റ്റ്യൻ ഇതാണ്: എനിക്ക് യാതൊരു ഗുണവുമില്ലാത്ത പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പഴയ ചിന്തകളും വിശ്വാസങ്ങളും ഏതൊക്കെയാണ്? ഇതിനെ ആലോചിച്ച് റിലാക്സായി ഇരുന്ന് ഉത്തരം കണ്ടെത്തി എഴുതുക. ഇതിന് ഉത്തരം കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി ഞാൻ പറഞ്ഞു തരുന്ന അഫർമേഷൻ ഒരു തവണ ആൻസറിൻ്റെ താഴെ എഴുതി വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ഈ അഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. അഫർമേഷൻ ഇതാണ്: എൻ്റെ ആഗ്രഹങ്ങൾക്ക് തടസ്സം നിൽക്കുന്ന ഈ ലിമിറ്റിംഗ് ബിലീഫ്സിനെയും ചിന്തകളെയും എൻ്റെ മനസ്സിൽ നിന്നും ശരീരത്തിൽ നിന്നും ഞാൻ റിലീസ് ചെയ്യുന്നു. I am releasing this thought from my mind and body. ഈ അഫർമേഷൻ മലയാളത്തിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് പറഞ്ഞാലാണ് കുറച്ചുകൂടിയും ബെറ്റർ റിസൾട്ട് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് എൻ്റർ ഇൻ ടു ക്വാണ്ടം അലൈൻമെൻറ്റ്. അതായത് ക്വാണ്ടം ഫീൽഡ് എന്ന് ഡോക്ടർ പറയുന്ന പ്ലേസ് എന്ന് പറയുന്നത് അനന്തമായ സാധ്യതകൾ അഥവാ ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ഉള്ള പ്ലേസിനെയാണ്. ആ ഒരു പ്ലേസിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ഓൾറെഡി എക്സിസ്റ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് എൻ്ററായി നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ടുള്ള എനർജി സ്വീകരിക്കുക എന്നത് മാത്രം നമ്മൾ ചെയ്താൽ മതി. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ചെയ്യും? അതിനായിട്ട് നമ്മൾ 0 തോട്ട് സ്റ്റേറ്റിലേക്ക് എത്തണം.
ഇത് കേൾക്കുമ്പോൾ കുറച്ച് ടഫായിട്ടൊക്കെ തോന്നാം, പക്ഷേ അത് കേട്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോവരുത്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അനായാസമായിട്ട് ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. ശാന്തമായിട്ടിരുന്ന് കണ്ണുകൾ അടച്ച് നമ്മുടെ പുരികങ്ങൾക്കിടയിലുള്ള ഭാഗം, അതായത് തേർഡ് ഐ ചക്ര എന്നൊക്കെ പറയുന്ന നെറ്റിയുടെ സെൻറ്റർ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുക. ഈ ഒരു ഭാഗം നമ്മുടെ ക്രിയേറ്റീവ് പവറിനെയും ഇൻറ്റ്യൂഷനെയൊക്കെ ഉണർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് സീറോ തോട്ട് സ്റ്റേറ്റിലേക്ക് എത്താവുന്നതാണ്. പക്ഷെ അതത്ര ഈസി അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരുപാട് തോട്ട്സ് വരും. പക്ഷെ ആ തോട്ട്സിനെ നമ്മൾ ആ സമയത്ത് ഫോഴ്സ്ഫുള്ളി സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനോ പാടില്ല. ആ തോട്ട്സിനെ അങ്ങനെ നമ്മൾ കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാനോ ശ്രമിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സ്ട്രെസ് ആവുകയും നമ്മളുടെ മൈൻഡിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാൻ ഒന്നിനും ശ്രമിക്കേണ്ട. ആ തോട്ട്സ് എന്താണെങ്കിലും വന്നു പൊക്കോട്ടെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ അലൗ ചെയ്യുക. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്യുമ്പോൾ നമ്മുടെ തോട്ട്സ് വരുന്നത് കുറയും. ഒരു തോട്ട്സ് വന്നു കഴിഞ്ഞാൽ അടുത്ത തോട്ട്സ് വരാനായിട്ട് കുറച്ചൊരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് കണക്റ്റ് ആവുന്ന ഒരു ഗ്യാപ്പാണ്. ആ ഗ്യാപ്പ് നമ്മൾ അലൈൻമെൻറ്റിലാണ് എത്തിക്കുക. അപ്പോൾ വളരെയധികം റിലാക്സ്ഡ് ആയിട്ട് നമുക്കൊരു ഹാപ്പി ഫീലൊക്കെ വരും. മേ ബി ആ ഒരു ഗ്യാപ്പ് ഏതാനും സെക്കൻഡുകളേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ഒരു ഗ്യാപ്പ് നമുക്ക് ഭയങ്കര ഒരു സമാധാനം, ശാന്തിയൊക്കെ തരും. ഒരു തോട്ട്സും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ടെൻഷനും ഇല്ലാത്ത ഒരു ടൈം, ഒരു ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഒരു ടൈമാണത്. എന്നാൽ പോലും നമുക്കത് വല്ലാത്തൊരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ മാനിഫെസ്റ്റേഷൻ പോയിന്റ് എന്ന് പറയുന്നത്. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റെപ്പ് നമ്പർ 3 ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 3 എന്ന് പറയുന്നത് വിഷ്വലൈസ് യുവർ ന്യൂ റിയാലിറ്റി എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ക്വാണ്ടം അലൈൻമെൻറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആഗ്രഹം എന്താണോ അത് നടന്നതായിട്ട് മാക്സിമം ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുക. അതായത് നമുക്കിപ്പോൾ ഒരു ജോബാണ് ആവശ്യം അല്ലെങ്കിൽ അതാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കമ്പനിയിലാണോ ആഗ്രഹിക്കുന്നത് ആ കമ്പനിയിൽ നമുക്ക് ആ ജോബ് ഇൻ്റർവ്യൂ ലഭിക്കുന്നതും അത് അറ്റൻഡ് ചെയ്യുന്നത്, അതിന് ഓഫർ ലെറ്റർ കിട്ടുന്നത്, അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി നമ്മൾ ജോയിൻ ചെയ്യുന്നത്, സാലറി കിട്ടുന്നത്, അങ്ങനെ A to Z കാര്യങ്ങൾ മാക്സിമം എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ എങ്ങനത്തെ ഒരു ലൈഫാണോ ആഗ്രഹിക്കുന്നത് ആ ഒരു ലൈഫ് ജീവിക്കുന്നതായിട്ട് തന്നെ വിഷ്വലൈസ് ചെയ്യുക. അങ്ങനെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും അത് ഓൾറെഡി നേടിയതായിട്ട് ആ ഒരു റിയാലിറ്റിയിൽ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫീൽ അനുഭവിക്കാനായിട്ട് തുടങ്ങും. അത് നമ്മുടെ എനർജി ഹൈ ആക്കും. അപ്പോൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ഡയറക്റ്റ്ലി ആ ഒരു വിഷ്വൽസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ് പോവുക. ഞാൻ ഓൾറെഡി പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിന് മനസ്സിലാവുന്ന ഭാഷകൾ എന്ന് പറയുന്നത് വിഷ്വൽസും ഫീലിങ്സും തോട്ട്സും ഇമോഷൻസും ഒക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുമ്പോൾ അത് ഡയറക്റ്റായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്നെത്തും. അത് പ്രപഞ്ചശക്തിയുമായിട്ട് കണക്റ്റ് ആവാനും നമ്മളെ മാനിഫെസ്റ്റേഷൻ പെട്ടെന്ന് തന്നെ അത് റിയാലിറ്റി ആയി മാറാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. സ്റ്റെപ്പ് നമ്പർ 4 എന്ന് പറയുന്നത് ലിവ് ആസ് ഇഫ് ത്രൂ ഔട്ട് യുവർ ഡേ. നമ്മുടെ ആഗ്രഹം ഓൾറെഡി നേടിയതായിട്ട് സങ്കല്പിച്ചിട്ട് ദിവസം മുഴുവൻ ആ ഒരു മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 4 നമ്മൾ ചെയ്യേണ്ടത്. ഇതെന്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്ത് പോസിറ്റീവ് ഫീലും ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ ആയിട്ട് ഹൈ വൈബ്രേഷനിലായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഈ വിഷ്വലൈസേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നേരത്തേക്ക് മാത്രമേ ഇതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നമ്മളുടെ പഴയ റിയാലിറ്റിയിലോട്ട് പോകും, പഴയ മൈൻഡ് സെറ്റിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ മാനിഫെസ്റ്റേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ആ നെഗറ്റീവ് എഫക്റ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആയി തന്നെ നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് പറയുന്നത്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതിന് ഞാൻ 1-2 വഴികൾ പറഞ്ഞുതരാം. ഒന്ന് എന്ന് പറയുന്നത് അഫർമേഷൻ അലാം അല്ലെങ്കിൽ റിമൈൻഡർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ വിഷ്വലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 2 മണിക്കൂറിൽ 4 മണിക്കൂറിൽ 8 മണിക്കൂറിലൊക്കെ നമ്മൾ ഒരു അലാം അല്ലെങ്കിൽ റിമൈൻഡർ സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ 2 മണിക്കൂർ കഴിയുമ്പോഴുള്ള അലാമിൻ്റെ ടൈറ്റിൽ ഐ ആം അലൈൻഡ് എന്ന് സെറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ അലാം അലൈൻഡ് എന്ന് പറഞ്ഞിട്ട് ഈ അലാം അടിക്കുമ്പോൾ നിങ്ങൾ ആ അഫർമേഷൻ കാണുമ്പോൾ അത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി വന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തിൻ്റെ ആ ഒരു തീവ്രത അതേപോലെ തന്നെ നിൽക്കും. ആ എനർജി അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും.
ഇനി വിഷ്വലൈസേഷൻ ചെയ്ത് ഒരു 4 മണിക്കൂർ കഴിയുമ്പോഴാണെങ്കിലോ ഐ ആം ക്ലെയിമിങ് മൈ ഡിസേർഡ് റിയാലിറ്റി എന്ന ടൈറ്റിലോടുകൂടി അലാം സെറ്റ് ചെയ്ത് വെക്കാം. ആ ഒരു ടൈറ്റിൽ കാണുമ്പോൾ ആ ഒരു അഫർമേഷൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനി 8 മണിക്കൂർ കഴിയുമ്പോഴോ ദ യൂണിവേഴ്സ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഇറ്റ് ഈസ് ഓൾവേസ് ലിസൺ ടു മീ എന്ന് അലാം സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുക അലാം അടിക്കുമ്പോൾ. ഇതേപോലെ തന്നെ നമ്മൾ അടുത്തടുത്ത മണിക്കൂറുകളിലും ഇതേപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ഈ അലാം അടിക്കുമ്പോൾ നമ്മൾ ഈ അഫർമേഷൻ കാണുമ്പോൾ നമ്മളത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി ഹൈ ആയിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആദ്യമായിട്ട് ഈ പ്രാക്ടീസൊക്കെ ചെയ്യുമ്പോൾ നമുക്കിത് ഓർമ്മ നിൽക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ അലാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അഫർമേഷൻ പറഞ്ഞ് നമ്മളുടെ എനർജി വൈബ്രേഷൻ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് വിഷ്വലൈസേഷൻ റീഫില്ലാണ്. അതായത് പറ്റുമ്പോഴെല്ലാം നമ്മളുടെ ആഗ്രഹം നടന്നതായിട്ട് നമ്മൾ ആദ്യം വിഷ്വലൈസ് ചെയ്തില്ലേ അതേ സെയിം ഇത് തന്നെ വിഷ്വലൈസ് ചെയ്യുക. അതേ കാര്യം തന്നെ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ആഗ്രഹത്തിനോ അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് വിഷ്വലൈസ് ചെയ്യരുത്. സെയിം ആയിട്ട് തന്നെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ എത്രത്തോളം നിങ്ങൾ എപ്പോഴൊക്കെ പറ്റുമോ അപ്പോഴെല്ലാം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ 2 വഴികളിലൂടെ നമ്മളുടെ എനർജി വൈബ്രേഷൻ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ലാസ്റ്റത്തെ സ്റ്റെപ്പ് നമ്പർ 5 എന്ന് പറയുന്നത് റീഇൻഫോഴ്സ് യുവർ വിഷ്വലൈസേഷൻ ബൈ ഗ്രാറ്റിറ്റ്യൂഡ്. പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് വിഷ്വലൈസ് ചെയ്തതിനെ ഒന്നും കൂടി സ്ട്രോങ് ആക്കുക. അതായത് നമ്മുടെ ആഗ്രഹം ഓൾറെഡി നടന്നതായിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്തു അല്ലേ, അപ്പോൾ ആ ഒരു വിഷ്വലൈസേഷനിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട്, അതായത് ആ ആഗ്രഹം നടന്നതായിട്ട് പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു ഹാപ്പിനെസ് എല്ലാം ഫീൽ ചെയ്ത് മനസ്സറിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് നമ്മളുടെ ആ ഒരു എനർജിയെ സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളുടെ മാനിഫെസ്റ്റേഷൻ വേഗത്തിലാക്കും, നമ്മൾക്ക് ആ ഒരു പവർ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഈ ഒരു സൂപ്പർ നാച്ചുറൽ പ്രാക്ടീസ് എന്ന് പറയുന്നത് വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ്. അതുകൊണ്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ ആഗ്രഹിച്ചെല്ലാം നേടാനുള്ള ആ ഒരു സൂപ്പർ പവർ നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും. ഇത് നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പവറൊന്നുമല്ല. ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള പവറിനെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമേ ഈ ഒരു ടെക്നിക് കൊണ്ട് ചെയ്യുന്നുള്ളൂ. സോ യൂസ് യുവർ ഓൺ പവർ ടു ക്രിയേറ്റ് യുവർ ഓൺ ഡിസൈർഡ് റിയാലിറ്റി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഓൾ. ഹാപ്പി മാനിഫെസ്റ്റിംഗ്.